ഹായ്. ഇന്ന് സൺഡേ ആണ്. അപ്പോൾ മമ്മി കിച്ചണിലുള്ള സമയം ഉച്ചയായി. അപ്പോൾ ഇന്ന് മമ്മീൻ്റെ വക സ്പെഷ്യൽ ഡിഷാണ് ഉണ്ടാവാൻ പോകുന്നത്. മമ്മി എന്താണ് ഇന്നത്തെ സ്പെഷ്യൽ? കൂന്തൽ പൊരിച്ചത്. നോക്കിയാണ്ട് കൂന്തൽ പൊരിച്ചത്. ഇത് നിങ്ങൾ കാണുന്ന സാധാ കൂന്തലല്ലേ മമ്മി? നമ്മളെ മാർക്കറ്റിൽ ഇടുന്ന സാധാ ചെറിയ കൂന്തലല്ല, ഇത് കുറച്ച് വണ്ണമുള്ള കൂന്തല. അതായത് മരക്കൂന്തൽ എന്ന് പറയും. നമ്മളെ ഈ അഴീക്കൽ അവിടെയൊക്കെ പോയി കഴിഞ്ഞാൽ അവിടുന്ന് കിട്ടുന്നൊരു സാധനമാണ്. അവിടെ ബോട്ട് ചട്ടി പോയാലല്ലേ, നമ്മളൊരു വീഡിയോ എടുത്തില്ല, അത് ഇട്ടിട്ടില്ല. അത് ഇടുമ്പോൾ കണ്ട നമ്മളത് വാങ്ങാൻ പോകുന്നൊരു വീഡിയോ ഉണ്ടായിരുന്നു. അപ്പോൾ ആള് മരക്കൂന്തലാണ്, ഭയങ്കര വണ്ണായിരിക്കും. പിന്നെ വേവാൻ കുറെ പണിയൊന്നുമല്ലേ, എന്നാലേ ആള് വേവിടും. അത്രയും സ്ട്രോങ് ആയിട്ടുള്ള സാധനമാണ്. എന്നിട്ട് പൊരിക്കുക. അത്രയും വേവ് കൂടിയ സാധനം, അത്രയും ഹീറ്റായ സാധനമാണ്. ഇത് നമ്മളെ നാട്ടിൽ കിട്ടില്ല, അപൂർവമാണ്. നമ്മളെ നാട്ടിൽ കിട്ടലില്ല. ഇത് നേരെ കൊച്ചിയിലേക്ക് അങ്ങനെ കയറ്റുമതി ചെയ്യുമെന്നാണ് അവര് പറയല്. പിന്നെ ഇത് വെക്കണ്ടവര് വെച്ചില്ലെങ്കിൽ ഒരു ഗുണവുമുണ്ട്. നമ്മള് വാങ്ങിട്ട് ഇതുപോലെ രണ്ടാമത്തെ പ്രാവശ്യം വെക്കുന്നത്. പക്ഷെ ഇപ്പൊ മമ്മി ഏതാണ്ട് ഇതിൽ എക്സ്പേർട്ടായി. നല്ല മസാല എല്ലാം പിടിപ്പിക്കണം. അയ്യോ തിന്നുമ്പോ എന്തോ പോലെ ഇപ്പൊ സെറ്റ് ആയിട്ടുണ്ട്. അപ്പൊ അടുത്ത ഡിഷ് വേണ്ട, നമ്മുടെ ദേശീയ മത്സ്യം മത്തി. അത് കുഞ്ഞിമത്തി പൊരിച്ചത് അടിപൊളിയായിരിക്കും, മുള്ളടക്കാക്കി തിന്നാലേ. അപ്പൊ ഇത് രണ്ടാണ് ഇന്ന് പൊരിച്ചതുള്ള. പിന്നെ വേറെ നമ്മൾ ഇന്നത്തെ സ്പെഷ്യൽ കഞ്ഞി അപ്പുറം ഉണ്ട്. അപ്പുറം ടേബിളിൽ കൊണ്ടുവച്ചിട്ട് കഞ്ഞി. അപ്പൊ ഇന്ന് ഞായറാഴ്ച ഞാൻ പറഞ്ഞു ഇന്ന് നമുക്ക് കഞ്ഞി ആക്കാം. കഞ്ഞി ആവാനുള്ള കാരണമുണ്ട് മമ്മി. എന്തായിരുന്നു കാരണം? രാവിലെ ഞാൻ അടിപൊളി ടേസ്റ്റ് ഉള്ള ചപ്പാത്തിയും കറിയും ആക്കി കൊടുത്തിന്. കറി എന്നാ പറയാ, ചപ്പാത്തി ടേസ്റ്റ് എല്ലാം കണക്കണ്ട്. കറി ഒരു സ്പെഷ്യൽ കറിയാണ്. ഉള്ളി തക്കാളി സാധാ നോർമൽ ഇടുന്നല്ലോ ഇട്ടിന്. അതിന്റെ അകത്ത് വേറെന്താ, ഫ്രഷ് ക്രീം ഒഴിച്ച് മറ്റേ പനീർ മസാല പനീർ ബട്ടർ മസാല ഏകദേശം അതിന്റെ മോഡൽ തന്നെ. പക്ഷെങ്കില് ഇതിന് മല്ലിപ്പൊടി എല്ലാ മസാലപ്പൊടിയല്ലേ ഉള്ളൂ. അങ്ങനെ ഒരു പ്രത്യേക സാധനം. അതിനങ്ങനെ പേരൊന്നുമില്ലല്ലേ. അപ്പോ ഇന്ന് കഞ്ഞിയാവാനുള്ള കാരണം ഞാൻ പറയാം. അപ്പൊ ഇവളിങ്ങനത്തെ ഓരോ ടേസ്റ്റില് വെറൈറ്റി സാധനമാക്കി. ചപ്പാത്തി വെച്ചാൽ സാധാരണ പൊന്താത്ത ചപ്പാത്തി ആക്കുക. ഇതങ്ങ് നല്ല സ്പോഞ്ച് പോലെ നല്ല പൊന്തിങ്ങനെ നമ്മള് പരസ്യത്തിലും കാണുമ്പോൾ ചപ്പാത്തി ഇല്ലേ, പരസ്യത്തിലും കാണുന്നില്ല, നല്ല ഉണ്ട പോലെ പൂരി പോലത്തെ അതുപോലത്തെ നല്ല സോഫ്റ്റ് ചപ്പാത്തിയും. ഇതും കൂടി രാവിലെ ഞാൻ ഒന്നേ തിന്നുള്ളൂ. സാധാരണ ഇത് 10 മണിക്കായിട്ട് നമ്മൾ രാവിലത്തെ തിന്ന ഞായറാഴ്ച ആയതുകൊണ്ട് 1 തിന്നു, 2 തിന്നു, 3 തിന്നു, പൈലാസം 3.5 തിന്ന്, 4 ഞാൻ തിന്ന്. മമ്മി എത്ര തിന്ന് ചപ്പാത്തി? ചപ്പാത്തിന്റെയും ആ കറിന്റെ ടേസ്റ്റ് കൊണ്ട് നമ്മളെല്ലാരും നല്ലോണം വെച്ച് കയറ്റി. അതുപോലെ മക്കളും എല്ലാവരും തിന്ന്. നോക്കുമ്പോൾ എന്താ വെച്ചാൽ ഉച്ചയാകുമ്പോഴത്തേക്ക് വിശപ്പില്ല. അപ്പൊ മമ്മി ഒരു 12 മണിക്കോട് ചോദിച്ച് പപ്പയൊന്നും ആക്കണ്ടേ? ഞാൻ പറഞ്ഞു സുധി ഒരു കാര്യം ചെയ്യും, ഇന്ന് കഞ്ഞി ആക്കാം. കാരണം വിശപ്പ് എന്ന് പറഞ്ഞ സാധനം കഞ്ഞി ആക്കാതായി. അപ്പൊ പിന്നെ എനിക്ക് തോന്നിയ ഏതോ ഒരു പിന്നെ വീഡിയോയിൽ കണ്ടിരുന്നേ, പിന്നെ കഞ്ഞിന്റെ അപ്പുറം അതായത് കൊളുത്തും അതിന്റെ കൂടെ പൊരിച്ച മീൻ ഡ്രൈ ഇങ്ങനത്തെ ഒരുപാട് മത്സ്യങ്ങളൊക്കെ ആക്കിയതായിട്ടുള്ള ഒരു പരസ്യം ഞാൻ കണ്ടിരുന്നു ഒരു വീഡിയോയില്. അപ്പൊ ഞാൻ പറഞ്ഞു നമുക്ക് അതുപോലെ ആക്കാം. എന്നിട്ട് മമ്മി ഇന്ന് പൊരിച്ച മീനും പിന്നെ ഒരു വറവുണ്ട്, കപ്പക്ക വറവ്, 2 വിധം പൊരിച്ച മീന്, കഞ്ഞി, പിന്നെ കഞ്ഞിയിൽ ഒഴിക്കാൻ വേണ്ടി തൈര് കേട്ടോ, അച്ചാറുണ്ട്, അങ്ങനെ എന്തെല്ലോ സംഗതിയെല്ലാം കൂടി മിക്സ് ആക്കിയിട്ട്. സാറിന് ഈ കൊളുത്ത് കഞ്ഞി എന്നുള്ളൊരു കോമ്പിനേഷൻ ഉണ്ടല്ല. അപ്പൊ ഞാൻ പറഞ്ഞു എനക്ക് കുറച്ച് മോരെടുത്ത് വെച്ച് ഞാൻ ആ കഞ്ഞിയിൽ കൊളുത്തും കൂടി പെരക്കി ഈ പൊരിച്ച മീനും എല്ലാം കൂടി പിടിപ്പിക്കാന്നും മറ്റേ അങ്ങനെ ഈ ഞായറാഴ്ച നമ്മൾ കഞ്ഞിയായി. ആദ്യമായിട്ടാണ് എത്ര അതിന് ശേഷമാണ് നമ്മളെ വീട്ടിൽ കഞ്ഞി വെക്കുന്നത്. കഞ്ഞി വെച്ചാൽ കഞ്ഞി രാവിലെ എപ്പം കഞ്ഞിയാക്കെന്ന് പറയും. പണ്ടേ രാവിലെ ആക്കാൻ പറയുമെങ്കിൽ ഇവളാക്കാറില്ല. പക്ഷെ ഇന്നാക്കിയത് സാധാരണ ഔദ്യോഗികമായ കഞ്ഞി, അതായത് നമ്മൾ പനിക്കുമ്പോൾ മാത്രം കുടിക്കുന്ന കഞ്ഞി. ഇന്നത്തെ ഞായറാഴ്ച നമ്മൾ അതിലേക്ക് അങ്ങ് വഴുതി വീടുകയില്ലേ ഉണ്ണി? മക്കൾക്ക് കഞ്ഞി എന്തായാലും ഇഷ്ടാവില്ല. ഡെയിലി കഞ്ഞി ഒരാഴ്ച മറ്റേ കണ്ടിന്യൂസ് കഞ്ഞി കുടിച്ച് ഇത് മാറ്റിട്ട് വേറെ എന്തൊക്കെ തരുമോ? ജാനു അല്ലേ? ജാനുവനോ? അയ്യോ ദൈവേ, ഇനി പനിക്കരുത് എനിക്ക് കഞ്ഞി വേണ്ട. അതുകൊണ്ട് പനീനെ പേടിയാണ്. പനിച്ചു കഴിഞ്ഞാൽ കഞ്ഞി കുടിക്കണം എന്നുള്ള പേടിയുള്ളതുകൊണ്ട് ഇപ്പൊ എന്താ കുളിച്ചാലും നല്ല തലവടക്കലും കാര്യങ്ങളും ഒക്കെ ശ്രദ്ധിക്കുന്നുണ്ട് മക്കള്. ആ മക്കൾക്ക് അത് ഇന്ന് നമ്മള് കഞ്ഞി കൊടുക്കാൻ പോകുന്നത്. അപ്പൊ കഞ്ഞി കുടിക്കുന്ന വിശേഷം ആയിരിക്കും ഇഷ്ടമല്ല കേട്ടാ സത്യം പറഞ്ഞാൽ. ഇതുള്ളതുകൊണ്ട് നമുക്ക് ഏതാണ്ട് സെറ്റാന്ന് വരിക്കുന്നത്. ഏതായാലും ഇനി കഞ്ഞി കുടിക്കുന്ന വിശേഷത്തേക്ക് പോലെ മക്കളോടെല്ലാം ചോദിക്കുക കഞ്ഞിന്റെ അവസ്ഥ എന്തുണ്ട്. നന്നായി കൂടി അമ്മ അങ്ങോട്ടേക്ക്. അപ്പൊ നമ്മളെ കഞ്ഞി ആൻഡ് ഐറ്റംസ് റെഡി ആയിട്ടുണ്ട്. അപ്പൊ കഞ്ഞി തൊട്ട്
ദേവൂട്ടൻ കഞ്ഞി വേണ്ട അവനെ ആ ചോറ് ദേവ കഞ്ഞി വേണ്ട അവനെ വേണ്ട ഓ നാരങ്ങ മാറ്റിയേക്കും. അപ്പൊ നമ്മളെ പ്രിയപ്പെട്ട കഞ്ഞി വരുന്നുണ്ട്. അതിന് കുറച്ച് തൈര് വെച്ചു കഞ്ഞിയില സൈഡിലിതാ. എനക്ക് നല്ല കട്ടത്തൈരും വേണം കേട്ടാ. നമ്മൾ ഈ കുളത്തിന്റെ കൂടെ കഴിക്കുന്നില്ലേ, നല്ല തൈര് സൈഡിൽ വെച്ചത്. തൈര്, ഉള്ളി, പിന്നെ ഇഞ്ചി, പച്ചമുളക് എല്ലാം കൂടി, കറിവേപ്പില എല്ലാം കൂടി ഇട്ടിട്ടുള്ള ഒരു നല്ലൊരു മിശ്രിതമാണ് ഇത്. എനക്ക് ഭയങ്കര ഇഷ്ടമാണ്. മമ്മിക്ക് ഇഷ്ടമല്ല? ഇഷ്ടമാണ്, പക്ഷെ കഞ്ഞിന്റെ ചോറിന്റെ കപ്പക്കാറ് നല്ല കപ്പൊക്കെ വറവുണ്ട്. കഞ്ഞിന്റെ അപ്പുറം എന്തിന്റെ ടേസ്റ്റ് നോക്കാല. എന്താ കുളത്തിന്റെ അപ്പുറം നമ്മള് മോരച്ച് വയ്ക്കുന്നില്ലേ, എല്ലാ ദിവസവും കഞ്ഞി. മമ്മീന്റെ പണി കുറെ എളുപ്പം ചെയ്തല്ലേ, കറിയാക്കണ്ടല്ലേ. ബൈജുവാട്ടിന്റെ കഞ്ഞിന്റെ അപ്പുറം കുറെ സാധനങ്ങൾ സൈഡിൽ വേണ്ടിയായിരുന്നു. അതുകൊണ്ടോ ഇതാ കാണുന്നില്ലേ, നല്ലത് ചോറും കറിയാക്കുന്നിരിക്കും. അതാകുമ്പോ ഒരു പരിപ്പാറിയും ചോറുണ്ടെങ്കിൽ സെറ്റായി. കൊറേ ഇതാക്കേണ്ടി വരും. എന്നാ പിന്നെ തുടങ്ങാലോ മമ്മി? പൊരിച്ചത് എന്നാ പിന്നെ തുടങ്ങട്ടെ. എന്നിട്ട് ആകുമ്പോ ടേസ്റ്റ് എന്താ പറയാ. ഭയങ്കര ആഗ്രഹമായിരുന്നു ഈ മരക്കൊന്തൽ വാങ്ങണതേ. ഞാൻ മുന്നേ അഴീക്കൽ പോയിട്ട് മരക്കൊന്തൽ വെച്ചു. അവരെന്ന് വെച്ചാല് നിങ്ങൾക്ക് ഇത് ഇവിടെ കിട്ടൂല, ഇത് കൊച്ചി പോയിട്ട് വാങ്ങിക്കുന്നില്ല, ലേലം വിളിച്ച് കഴിഞ്ഞ് ഇവിടുത്തെ മാർക്കറ്റിൽ ഇത് വിൽക്കൂല. അപ്പൊ അന്നേ ഒരു വാശിയായിരുന്നു ഇതൊന്ന് വാങ്ങണം. അങ്ങനെ നമ്മളൊരു മീൻ വെക്കുന്നൊരു നമ്മളെ മീനിന്റെ ഒരു ഹോൾസെയിൽ ഒരു ഡീലറുണ്ട്, ഒരു ശരത്ത് പറഞ്ഞിട്ട്. നമ്മൾ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ട് നമ്മളങ്ങനെ വിളിച്ചതാണ്. അപ്പോൾ ഓൻ്റെ കെയർ ഓഫിൽ അങ്ങനെ പോയിട്ട് ഈ സാധനം കിട്ടിയേട്ടാ, മരക്കുന്തൽ. നിങ്ങളത് അന്വേഷിച്ചേ മരക്കുന്തൽ എന്നുള്ള സാധനം. അതിന് വേറെന്താ പേരോ പറഞ്ഞിരുന്നു, അതിനെ മറന്നുപോയി. കാണാൻ സുന്ദരൻ. അതിന്റെ വീഡിയോ ഞാൻ വേറെ ചെയ്യേണ്ടത് കാണാൻ പിന്നെ ദിവസം കാണാം. ഏതായാലും നമ്മളൊന്ന് കഴിക്കട്ടല്ലേ മമ്മി? കഞ്ഞിയും ഒരു ടോപ്പടിയും. നമ്മൾ കൊളുത്തും മുരുങ്ങയ്ക്കല്ല അതുപോലെ തന്നെ രസമില്ലേ, നല്ല ചോയില്ലേ, നല്ല കടുങ്ങ. എനക്കൊന്ന് കുറെ നല്ലോണം ഒഴിച്ചിട്ട് ഇതും കൂടി പെരക്കടിക്കും ഭയങ്കര ടേസ്റ്റ്. പിന്നെ ഉള്ളിയും വന്ന്, പിന്നെ ഇഞ്ചിയും മറ്റേതെല്ലാം വന്നല്ല. കഞ്ഞിയും നമ്മളെ തൈരും കേട്ടോ, അല്ല മമ്മിയും തൈരും ഇതെല്ലാം കൂടി ഇടിച്ചിട്ട് അടിപൊളി ടേസ്റ്റ് ആണ്. പോരാത്തന്നെ ഈ പൊരിച്ച മീൻ എല്ലാം കൂടി ആകുമ്പോൾ സാധനത്തിന്റെ രുചിയെ മാറിയിട്ടുണ്ട്. എന്തായാലും ഇത് ബെസ്റ്റ് കോമ്പിനേഷൻ ആണ്. അപ്പൊ നമുക്കിനി ഇത് പാസ്സാക്കാം മമ്മി. സത്യം പറഞ്ഞാൽ കഞ്ഞിക്ക് ജീവൻ വന്നിട്ടാ. ഈ മോരും ഇതെല്ലാം വയ്ക്കുമ്പോൾ കഞ്ഞൊന്ന് ഉഷാറായാം. ഇനി ഇങ്ങനെ കൂട്ടിയത് നിങ്ങളിത് ഇതുപോലെ ആക്കിയൊന്ന് ടേസ്റ്റ് നോക്കിയിട്ട് പറയണ. കാരണം കഞ്ഞി എന്ന് പറയുമ്പോൾ ഒരു പ്രത്യേകിച്ച് രുചിയൊന്നുമില്ലല്ലോ, ഉപ്പും തേങ്ങയിലിട്ട് എരിവില്ലാണ്ട്. മോര് വയ്ക്കുമ്പോൾ കഞ്ഞിക്കൊരു ജീവൻ വന്ന പോലെ എനിക്ക് തോന്നുന്നുണ്ട്. ഇത് എൻ്റെ ടേസ്റ്റാണ്, അതിന് ബാക്കിയുള്ളവർക്ക് അങ്ങനെ വിളിക്കാറില്ല. മമ്മിക്കും ടേസ്റ്റ് ആയിട്ടില്ല. നോക്കാം ഇതെന്തെല്ലാം ആക്കി നോക്കി കഴിച്ചോട്ടാ. ഞാൻ ഒരു വക എല്ലാ കൊലത്തുള്ളതും കഴിക്കും. പ്രത്യേകിച്ച് വെറൈറ്റി ടേസ്റ്റ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. ഒരു സാധനം വെറൈറ്റി പുറത്തു പോയതൊന്നുമില്ല. ഇവക്ക് ചില സംഗതിന്റെ രൂപം കണ്ടെത്തലൊന്നുമില്ല, കാണാൻ സ്റ്റൈലിലേക്ക് പറ്റത്തൊന്നുമില്ല. ടൂർ എവിടെയും പോയി കഴിഞ്ഞാല് അവിടുത്തെ ഫുഡ് ഓർഡർ ചെയ്യാം. നമ്മള് കേരളത്തിലേതാ കിട്ടുമെന്ന് വെച്ചാൽ നമുക്കങ്ങനെ ഏത് സ്ഥലത്ത് പോയാൽ അവിടുത്തെ ഫുഡിന്റെ ടേസ്റ്റിലാണ് ഉണ്ടായി. ഇവളവിടെ പോയാലും പറയും കേരള ഫുഡ് ഓർഡർ ചെയ്യുന്നവരായിരുന്നു. പിന്നെ അതിനായി ഇത്ര ദൂരം പോണാ. പിന്നെ നിന്നെയും കൂടി ഇറ്റലിയിലും റഷ്യയിലും ചൈനയിലും പോയി കഴിഞ്ഞാൽ നീ ഇതെല്ലാം തിന്നുവാ. നീ അവിടെ പോയിട്ട് കേരള ഫുഡ് നോക്കിക്കൊല്ലേ ഏടി പാമ്പിന് തിന്നെടുക്കുക എത്തിക്കഴിഞ്ഞാലല്ലേ നടുക്കണ്ട നോക്കി കടിക്കണം എന്ന് പറഞ്ഞേ. പഴയ പഴഞ്ചൊല്ല അങ്ങനെ തോന്നല്ലേ. പാമ്പിന് തിന്ന ദേശത്ത് പോയി കഴിഞ്ഞാൽ നടുക്കഷ്ണം നോക്കി കഴിക്കണം. അതാ പറഞ്ഞേ, പാമ്പിന് തിന്ന നാട്ടിൽ പോയ പിന്നെ അങ്ങനെ തന്നെ അല്ല. പിന്നെ നമ്മളിന്ന് മമ്മി പ്ലാനറ്റാ പരിപാടി. ഇന്ന് ഓടാൻ പോകണമെന്നുള്ള വലിയ ആഗ്രഹമുണ്ട്. ഇന്ന് ഞാൻ മക്കളെല്ലാം ആരോഗ്യ സംരക്ഷണം, മമ്മിക്കെല്ലാം ആരോഗ്യം വേണ്ട. അപ്പോൾ വൈകുന്നേരം ചാൽ ബീച്ചിൽ ഓടാൻ പോകുക എന്നുള്ളൊരു ഉദ്ദേശം. എന്നിട്ട് അവിടെ നിന്ന് തന്നെ കുളിച്ച് ഫ്രഷായിട്ട് അടുത്ത പരിപാടിക്ക് പോകുന്നതാണ് എൻ്റെ ഒരു പ്ലാൻ. അല്ല മമ്മി? അപ്പോൾ നോക്കാം. ഏതായാലും തിന്ന് കഴിഞ്ഞിട്ട് ഒരു കിടത്തം കിടക്കും. എന്നിട്ട് പെണിക്കുന്നത് നോക്കാം. കിടന്നാ പിന്നെ കിടന്നിരിക്കണ്ട. എന്നാ പിന്നെ പോണ്ട പരിപാടി ചെന്നാൽ നോക്കല്ല. എന്നാ പിന്നെ അധികം തിന്നുണ്ട്. അധികം തിന്നാൽ ക്ഷീണമായിട്ട് കിടന്നുറക്കം വരും. സത്യം പറഞ്ഞാൽ ഇവിടെ ഉദ്ദേശം അതാണ്. കഞ്ഞി കുടിച്ചു കഴിഞ്ഞാൽ വൈകുന്നേരം റെസ്റ്റോറൻറ്റ് പോയിട്ട് നല്ലോണം വെച്ച് കയറ്റുക എന്നുള്ളതാണ് പ്ലാന്.
സാധാരണ കഞ്ഞി കുടിച്ചാൽ അങ്ങനെ ഉണ്ടാവല്. പക്ഷേ ഈ പൊരിച്ചതെല്ലാം ഉണ്ടല്ലോ, നോക്കാല്ലേ എന്തിന്റെ അവസ്ഥ. ശരി, അതല്ല പിന്നെ നമ്മളെ വരുന്നിട്ട് കൊണ്ട പരിപാടി ഹോട്ടലാമേ. അപ്പോ പപ്പവേ റെഡി ആയിട്ടുണ്ട്, ഇതാ അച്ചുമോള് റെഡി ആയിട്ടുണ്ട്. അപ്പൊ നമ്മൾ നേരെ കണ്ണൂർ സെക്യൂറിൽ പോകുന്നതാണ് ലാസ്റ്റ് പ്ലാൻ ആക്കിയിട്ടുള്ള. വേറെന്തൊക്കെ പ്ലാൻ ഉണ്ട്, ആ പ്ലാനെല്ലാം മാറ്റി സെക്യൂറിലേക്ക് ആക്കിയല്ലേ അച്ചു? സെക്യൂറിലാ പോണ്ടേ? ആ, ഇവർക്ക് കളിയും പരിപാടിയിലാണല്ലോ ഉള്ളത്. ഇതാ മമ്മി ഇറങ്ങി വരുന്നുണ്ട്. റോഡിന്റെ പണി നടക്കുന്നുണ്ട്. അപ്പൊ JCBന്റെ ഒച്ചപ്പാടാണ് കേൾക്കുന്നത് കേട്ടാ. ഈ പൈപ്പിടലും പൈപ്പിടലായിട്ട് കുറച്ച് ദിവസമായിട്ട് ഇവിടെ പണി തന്നെയാണ്. അപ്പൊ നമ്മളെന്നാലും നേരെ സെക്യൂറിലേക്ക് കൊണ്ട് പരിപാടി അല്ലേ മമ്മി? മക്കളെല്ലാം പറഞ്ഞ് സെക്യൂറിൽ പോകുന്നത്. ആദ്യം ചാൽ ബീച്ചിൽ ഓടാന്നെല്ലാം പറഞ്ഞ്, പിന്നെ മക്കൾക്ക് ഇഷ്ടം അങ്ങോട്ടേക്ക് ആയതുകൊണ്ട് നമ്മൾ അങ്ങോട്ടേക്ക് മാറുന്നല്ലേ മമ്മി? ഹായ്. ചെറിയൊരു പണി കിട്ടിയ സംശയമുണ്ട്. അല്ല, റോട്ടുമല JCB അപ്പുറത്തെ സൈഡ് മണ്ണ് കൂട്ടിയിട്ട പോലെ ഉണ്ട്. നമുക്ക് പോകാൻ കഴിയുന്ന ചെറിയൊരു സംശയം. ഒന്ന് നോക്കിട്ട് വരട്ടെ. ഓർത്തു എടി ഇത് നോക്കിയേ. ഇതിലൂടെ പോലെ നമ്മളെ വഴി ഇതാണ്. അവിടെ മണ്ണ് കൂട്ടിയിട്ടുണ്ട്. അപ്പൊ ഇതുവഴി പോണം, ഇതിന്റെ സൈഡിലൂടെ പോലെ. അപ്പൊ ഇങ്ങനെ പോകാതിരിക്കുന്നത് എന്നാ കാര്യമില്ല, പിന്നെ പറയാം, വണ്ടി കയറിയട്ടെ. അപ്പൊ നമ്മള് വേഗം ഇറങ്ങിയിട്ടില്ലേക്കണ്ടല്ല, അവര് മണ്ണ് അപ്പുറം കൂട്ടിയിട്ട് പിന്നെ നമുക്കിടയിൽ പോകാൻ കഴിയില്ല. അതാണ് അവസ്ഥയുള്ള. നമ്മളെ ശരിക്കും പേടിച്ചല്ലേ മമ്മി? എല്ലാരും മാറ്റി റെഡിയായി നല്ല സ്റ്റൈലായി വന്ന് പയ്യ. ഞാൻ വെറുതെ ഗേറ്റ് തുറക്കാൻ വേണ്ടി എടുക്കുമ്പോണ്ട് JCB ഒരു സൈഡ് മൊത്തം മണ്ണ് കൂട്ടിയിട്ടിട്ട് ഇപ്പുറത്ത് മണ്ണ് കൂട്ടാൻ തുടങ്ങി. വേഗം ഇറങ്ങിയോണ്ട് രക്ഷപ്പെട്ടു. ഞാൻ ഇറങ്ങാൻ പോകുമ്പോ പറഞ്ഞ ഒരു ഉറപ്പിറങ്ങിയിട്ട് വല്ല ഇറങ്ങാൻ പറ്റും. അവിടെ കിടക്കാൻ നോക്കിയിരുന്നു. ഭക്ഷണം കഴിച്ചിട്ട് പയ്യതാ മക്കളെല്ലാം കൂടി ബലിച്ചിട്ട് എന്നെ കൊണ്ടുവന്നോണ്ട്. ഇല്ലെങ്കിൽ എല്ലാരും മാറ്റിയിട്ട് മിറ്റത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി ഇരിക്കേണ്ടി വരും. നമ്മളിപ്പോൾ യാത്രയിലാന്നേ. ഇത് നമ്മൾ നാറാത്ത് കഴിഞ്ഞിട്ട് കാട്ടാമ്പള്ളി വരെയുള്ള യാത്രയാണ്. അപ്പോൾ ഇതിനിടയിൽ നമുക്ക് സ്ഥിരം ഒരു സ്റ്റോപ്പുണ്ട്. നമ്മളെ വീഡിയോ സ്ഥിരം കാണുന്നവർക്കറിയാം. ഇവിടെ ഒരു കരിമ്പ് ജ്യൂസ് കിട്ടുന്നൊരു സ്ഥലമുണ്ട്. നല്ല ഫ്രഷായിട്ട് അടിപൊളി കരിമ്പ് ജ്യൂസ്. അപ്പോൾ ഇതാണ് ആ സ്ഥലം. നമ്മളവിടെ എത്തിയിട്ടുണ്ട്. പിന്നെ ഇവിടെ ഇറങ്ങാണ്ട് നമ്മൾ പോക്ക് കുറവാണ് കേട്ടോ. ഒരു കരിമ്പ് ജ്യൂസ് ഒന്ന് കുടിക്കും നമ്മൾ. നല്ല തണുത്ത് കുളുകുള സാധനം. എന്താ തണുപ്പ്, എന്താ അല്ലേ? ആ പുളിനാരങ്ങ ഇഞ്ചിലിട്ടുണ്ടല്ലോ, അടിപൊളി കേട്ടാ. ഈ ചൂട്ടിന് ഈ കരിമ്പ് ജ്യൂസ് ഉണ്ടല്ലോ വേറെ തന്നെ വൈബ. നമ്മള് കണ്ണൂർ പോകുമ്പോ അനക്കൊന്നും ഇതില്ലാത്തൊരു ദിവസം ഇല്ലെന്നല്ലോ അമ്മി. ഞായറാഴ്ച എങ്ങനെ കണ്ണൂർ പോകണ്ടെങ്കിലും കരിമ്പ് ജ്യൂസ് ഒന്ന് കുടിക്കും. എടാ അത് ഫിനിഷായില്ല. അയ്യടാ പപ്പൊക്കൊന്നുമില്ല. അന്ന് ഒന്നുകൂടി പറഞ്ഞു. ഇത് രണ്ടെണ്ണ പറഞ്ഞേ. അപ്പൊ ഒന്നുകൂടി പറയാന്ന് വിചാരിക്കുന്നത്. ഇത് ഫിനിഷാക്കിയല്ല. ഇതാ ഇതിന്റെ അകത്ത് ലിപ്സ്റ്റിക്കെല്ലാം വെച്ചിട്ടവള് സ്ട്രോന്റെ മുകളില് എത്രയാണ് ലിപ്സ്റ്റിക്കെല്ലാം പരത്തേക്കല്? വല്ല അസുഖം വരെ കേട്ടാ പറയണ്ട. ലിബാമ കെമിക്കല്ല മമ്മി ആക്കി കൊടുത്താണ്ട് കെമിക്കൽ. ശരിക്കും കരിമ്പ് ജ്യൂസിനെ പറ്റി നമ്മുടെ നാട്ടുകാർക്ക് വലിയ അറിയില്ലെന്നല്ലേ. ബോംബെ പോയപ്പോ നിന്നെ പറ്റി നമ്മൾ ശരിക്കും പഠിച്ചേ. മുന്നൊരു വീഡിയോ ഞാൻ പറഞ്ഞിട്ടാ. ആടെ ഒരു കരിമ്പ് ജ്യൂസ് കടയില്ലേ ഇതുപോലെ ആടെ എഴുതി വെച്ചാൽ സകല മുടി കൊഴിച്ചല് മുതല് നല്ല ഉറക്കം, സൗന്ദര്യം, സ്കിന്നിന്, പല്ലിന്, എല്ലിന് എല്ലാനും ഗുണം വരുന്ന സാധന കരിമ്പ്. മറ്റേ അവിടെ എഴുതി മെന്റലി, അതായത് മാനസികമായിട്ട് എന്തെങ്കിലും പിരിമുറുക്കുണ്ടെങ്കിൽ അതുവരെ തീർക്കുന്ന സാധനം എന്നാണ് ബോംബെയിൽ എഴുതി വെച്ചില്ല. ഇത് ബോംബെയിലത്തെ അവസ്ഥയാണെന്ന് അറിയില്ല. നമ്മുടെ നാട്ടിൽ ഇതിനെപ്പറ്റി ആർക്കും അറിയില്ല, അല്ലെങ്കിൽ അവര് കൂടുതൽ എഴുതി വെച്ചാന്ന് പറഞ്ഞ സംശയമുണ്ട്. എന്നാലും നമ്മളെ നാട്ടുകാർക്ക് ഇതിനെപ്പറ്റി അറിയില്ലെങ്കിൽ ഇതാ ഞാൻ പറയാലോ, അങ്ങനെ ഒരു ബോർഡ് ഞാൻ കണ്ടിട്ട് എൻ്റെ എത്രത്തോളം വാസ്തവം കൊണ്ട് അറിയില്ല. അതുപോലെ കരിമ്പൻ ജ്യൂസിൽ ഇത്രയും വൈറ്റമിൻസ് ഉണ്ടെങ്കിൽ അറിയുന്നവരെന്തായാലും അത് കമന്റ് ചെയ്തെന്നാ വലിയ ഉപകാരം. ഈ ഷുഗർ വരുമ്പോൾ സ്ഥിരമായിട്ട് കുടിച്ചിട്ട് എന്നുള്ളതാണ് നോക്കട്ടെ. ചേട്ടാ പപ്പക്ക് ഉമ്മ നോക്കട്ടെ. എന്തിനാന്ന് ആദ്യം മമ്മി കൊടുക്കുന്നത്? ആദ്യം പപ്പ ചോദിച്ചാ പപ്പക്കല്ല തരണ്ടേ. എപ്പോ ഇവിടെ പരിപാടി ഇതാണ്. കഴിഞ്ഞ വീഡിയോയിൽ ഇങ്ങനെ തന്നെ. മമ്മിയുടെ പാട്ട് പാടപ്പാ. ശരി പപ്പ പാടാം. ഓക്കെ എന്നാ പിന്നെ പഠിക്കും.
ഇങ്ങനെ തന്നെയാണ് അതിന്റെ വരി. ഒരു ചെമ്പനീർ പൂവിഴുത്തു ഞാൻ ഓമനയല്ലേ, ഓമനേന്നാ ഓമലേന്നാ അതന്നെയാ ആരക്കറിയില്ലേ. എന്നാലും ഒരു ഗായികന്റെ സ്നേഹമായി അത് പടം എനിക്കറിയാം. മമ്മിക്ക് പാട്ടുള്ള കേട്ടോ അത്യാവശ്യം. ഇവളെ അച്ഛൻ അത്യാവശ്യം ഗായകനാ, പാട്ടിന്റെ ഉപദ്രവം ഉണ്ടെന്നാ കേട്ടെ. പാട്ടിന്റെ ശല്യം ഇവളെ അച്ഛന് കുറച്ച് അധികം ഉണ്ടെന്ന് കേട്ടിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് അവളെ ഇങ്ങനെയൊന്നും പറയല്ല, പിന്നെ മമ്മി പാട്ട് നിർത്തൂല. പപ്പ വണ്ടി തുള്ളണ്ടരും പയ്യ പാട്ട് താല് പാടി താല് പാടല്ലേ താലല്ലേ. തുമ്പീവ തുമ്പക്കുടത്തിൻ തുഞ്ചത്താൽ ഊഞ്ഞാലിടാം ആകാശ പൊന്നാനീനകളയാഴത്തിൽ തൊട്ടേ വരാം താ എന്നത് എനിക്ക് പിടിച്ചോ. താ ദേവിയല്ലോ നീ പൂങ്കില പുണ്യമല്ല പായല്ലേ പവനരച്ചെഴുതുന്നു കോലങ്ങളിന്നും. ഇപ്പൊ എത്ര പാട്ടെഴുത് പാടി ലാവണ്യം ലാ പിടിച്ചോ. ആ ലാ 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 ലാ. പപ്പന്റെ പാട്ട് അത് പാടാൻ പാടില്ല. ലാവാട് മോളെ ലാ. ഞാൻ പാട്ടെ ഒന്നും കിട്ടിയില്ല. നിന്നെ കൺഫ്യൂഷൻ ആക്കാൻ വേണ്ടി പറയുന്നല്ലേ ഞാൻ പാട്ടെ. അപ്പം നമ്മൾ കണ്ണൂർ വരെ പാട്ടും പാടി അന്താക്ഷരി എല്ലാം കളിച്ചിട്ട് അങ്ങനെ ചിരിച്ച് കളിച്ച് ഇവിടെ എത്തിയേ. ശരിക്കും നമുക്ക് നാട്ടിൽ നിന്ന് ഇവിടത്തേക്ക് അതിൻ്റെ 15-18 കിലോമീറ്റർ ആവുള്ള, അതുകൊണ്ട് വലിയ ദൂരം എന്നല്ല. അവിടെ നിന്ന് ആടിപ്പാടി സമാധാനത്തിൽ ഇങ്ങെത്താം. ഒരു 1/2-3/4 മണിക്കൂറിനുള്ളായിട്ട് നമുക്കിവിടെ എത്താൻ പറ്റും. അപ്പോൾ നമ്മൾ സെക്യൂറ സെൻറ്ററിൽ എത്തിയിട്ടുണ്ട്. കണ്ണൂർ ഇപ്പം നിലവിൽ ഏറ്റവും വലിയ ടോപ്പായിട്ടുള്ളൊരു മാള് സെക്യൂറ സെൻറ്ററാണ് കേട്ടോ. ഇവിടുത്തെ സൂപ്പർ മാർക്കറ്റും ബാക്കി കാര്യങ്ങളൊക്കെ അടിപൊളിയാണ്. ഇനി ഇവിടെ ടാക്കീസൊക്കെ വരാണ്ട് ഇതിൻ്റെ മുകളിൽ, അതൊക്കെ കൂടി വന്നു കഴിഞ്ഞാൽ കണ്ണൂർ ഏറ്റവും ടോപ്പ് ലെവലാവുന്നുള്ളതാണ് നമുക്ക് തോന്നുന്നത്. കുറച്ച് ഫ്രൂട്ട്സ് എല്ലാം വാങ്ങിയല്ലോ അമ്മേ, കുറച്ച് ആപ്പിളും വാങ്ങി അലാറും വാങ്ങി. പക്ഷേ ഇവിടെ ബില്ലാക്കണമെങ്കിൽ ഇതെങ്ങനെ ക്യൂ ആണെന്നല്ല. ഇത് രണ്ടും വാങ്ങിയത്, അതുകൊണ്ട് ഞാൻ ക്യൂ നിൽക്കൂല, ഞാൻ പോട്ടെ. ഞായറാഴ്ച നല്ല തിരക്കാന്നോലെ അമ്മേ. സാധാരണ ഇത്ര തിരക്കില്ല. നമ്മൾ സാധാരണ ഒരു 6 മണി 7 മണിക്ക് ശേഷം വിട്ടല്ല. ഇത് നേരത്തെ ഈ സമയം വരാനേ പാടില്ല, ഭയങ്കര തിരക്കാണ്. ലേറ്റായിട്ട് ഒന്നും തിരക്കൊന്നുണ്ടാവില്ല. അപ്പോൾ എന്തായാലും ഇന്നത്തെ പോക്കെല്ലാം കണക്കാണ് ഇതിനുള്ളിൽ കയറി കഴിഞ്ഞാൽ. അപ്പം നമ്മൾ ആ ഫ്രൂട്ട്സ് സെക്ഷൻ നിന്നാണ് സാധനം വാങ്ങിയത്. പക്ഷേങ്കിൽ ഫ്രൂട്ട്സ് ബില്ലാക്കാൻ പറ്റിയില്ല, തിരക്ക് കാരണം. തൽക്കാലം അതവിടെ സൈഡിൽ വെച്ചിട്ട് നമ്മളിങ്ങോട്ട് വന്ന് ലാസ്റ്റ് പോകുമ്പോൾ ബില്ലാക്കാമല്ല. പിന്നെ ഇവിടുത്തെ ബേക്കറി സെക്ഷനിലാണ് ഉള്ളത്. നോക്കിയാട്ടെ, ബേക്കറി എന്ന് വെച്ചാൽ ഒരു 1.5 ബേക്കറിയാണ്. അടിപൊളി അത് കാണാൻ വേണ്ടിയിട്ട്. വിവിധ തരത്തിലും കളറിലുള്ള നല്ല അടിപൊളി സ്വീറ്റ്സ്, കേക്ക്, ബിസ്ക്കറ്റ് സകലതും ഉണ്ട് കേട്ടോ. എന്താ പറയണ്ടത്, ഇവിടെ വന്നാൽ നമ്മൾ അറിയാണ്ട് ബേക്കറീസ് എല്ലാം വാങ്ങിപ്പോകും. അപ്പോൾ നമ്മൾ സൂപ്പർ മാർക്കറ്റിൽ കയറിയേ, ഭയങ്കര തിരക്ക്, എല്ലാം എടുത്തു വെച്ചിട്ട് നമ്മൾ പുറത്തേക്ക്. സമയം ഇപ്പോൾ 5:30 ആയിട്ടുണ്ട്. നമ്മളൊരു 7 മണി അല്ല 8 മണി വരെ നോക്കും. തിരക്ക് കഴിഞ്ഞിട്ടില്ല പിന്നെ സാധനം വാങ്ങാൻ കഴിയില്ല. കാരണം അത്രപാട് ക്യൂ ഉണ്ട്. ഓഫറാണല്ലേ, ആളധികമാണ്. അതുകൊണ്ട് നമ്മളേതായാലും മക്കളെ കൂടി ഇതാന്ന് കളിക്കാൻ വേണ്ടിയിട്ടല്ലോ ഒന്ന് മുകളിലേക്ക് പോട്ട് കളിയെല്ലാം കഴിഞ്ഞ് വന്നിട്ട് നോക്കാം കാര്യങ്ങൾ. മിക്കവാറും ഇപ്രാവശ്യം എടുക്കലുണ്ടാവില്ലല്ലേ. സാധനം എല്ലാം എടുത്ത് വെക്കും. പയ്യ ബില്ലിങ്ങനെ ലേറ്റ് ആവില്ലെങ്കിൽ പിന്നെ ക്യൂ നിൽക്കാൻ നിൽക്കില്ല, ബാങ്ക് വരുത്താൻ. കാരണം വേറെ വഴിയില്ല, നമ്മളെ കുറ്റല്ല. തിരക്കാവുമ്പോൾ അതിനൊക്കെയായിട്ടുള്ള സംവിധാനമൊക്കെ ഉണ്ടേ അല്ലേ, അതാണ് അതിൻ്റെ പ്രശ്നം. ഏതായാലും ഇനി മക്കളെപ്പം കുറച്ച് എൻജോയ്. അപ്പോൾ നമ്മൾ സൂപ്പർ മാർക്കറ്റ് കഴിഞ്ഞാൽ പിന്നെ നേരെ മാക്സിലേക്കാണ്. ഡ്രസ്സ് എന്തൊക്കെ നോക്കും. അതിൻ്റെ ഇടയിൽ ജാനുവിൻ്റെ ഈ ഡ്രസ്സ് സംവിധാനം കണ്ടേ, ഇത് ഒരു പ്രത്യേകതരം ഡ്രസ്സാണ്. അതിൻ്റെ കാര്യം ഞാൻ പിന്നെ പറഞ്ഞുതരാം. എന്താ, ജാനു ആ ഡ്രസ്സിൽ ഭയങ്കര ഹാപ്പിയാണ്. അവൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി ഈ ഒരു മോഡലേ. അവൾ വളരെ എൻജോയ് ചെയ്യാണ്. എന്താ മമ്മി കുറച്ച് ജീൻസ് പാൻറ്റ് വാങ്ങിയിട്ടുണ്ട്. പിന്നെ അത് ജാനു വാങ്ങിയിട്ടുണ്ട്. ജാനു വാങ്ങിക്കട്ടെ. ഇവക്ക് ഞാൻ ഒന്നും വാങ്ങിക്കൊടുക്കാണ്ട് വരിക്കും എന്നറിയാവുക. ഇതിപ്പോൾ കണ്ട വാങ്ങിയൊരു പാൻറ്റിൻ്റെ അവസ്ഥ.
പുതിയ പാൻറ്റാണ്. ഇന്ന് നോക്കുമ്പോഴത്തേക്ക് മുറിച്ച് പീസാക്കിയിട്ട് മുകളിലൊരു പീസ് നമ്മള് ഇങ്ങനെ സ്റ്റൈല് എന്തായാലും സുധി ഇതെങ്ങനെ ആക്കിയേ? വലിയ പാന്റ് ആയിരുന്നു, അത് ടൈറ്റാന്ന് പറഞ്ഞിട്ട് മുറിച്ചിട്ട് എലാസ്റ്റിക് ഉള്ള ഭാഗമാണ് താഴെ എന്നിട്ട് മുകളില് അച്ചുവിന്റെ ഏതോ ഒരു ഡ്രസ്സ് എടുത്തിട്ട് മുറിക്കാൻ പോയി പോലും ഓള് കണ്ടോണ്ട് ഇവിടെ കത്രിക എടുക്കാൻ പോയ നേരത്ത് ഓള് ഒളിപ്പിച്ചു. എന്തായാലും വല്ലാത്തൊരു തരം മോഡേൺ ജീവിതം ഒന്ന് കണ്ടോട്ടെ. ഇതാ പാൻറ് ഒക്കെ പുതിയ പാൻറ്റാണ്. മുറിച്ചിട്ട് ഈ ലെവലിലേക്ക് നമ്മളെ ചെറുപ്പത്തിലൊന്നും മുറിച്ചിട്ടുണ്ടല്ല, ഇവിടുന്ന് അടിയായിരിക്കും കിട്ടുക. ഞാൻ നോക്കും നല്ല പുതിയ പാൻറ്റിന്റെ മുറിച്ചെടുത്തിട്ട് എന്താ ചെയ്യണ്ടേ? മറ്റേ കാര്യമില്ല, ഇപ്പോൾ ഓള് മോഡേണിന്റെ വേറൊരു തലത്തിലേക്കുള്ള പോക്കാണ്. ചെറുപ്പത്തിൽ ഇതൊക്കെ ഉണ്ടോ, വലുതാകുമ്പോൾ ശരിയാവുന്ന വിചാരിക്കും തല പോയി. അപ്പം നമ്മൾ ഡ്രസ്സ് വാങ്ങൽ പരിപാടിയെല്ലാം കഴിഞ്ഞേ, പിന്നെ അതിൻ്റെ മുകളിലുള്ളതെന്ന് വെച്ചാൽ ഫുഡ് കോർട്ടും പിന്നെ കുട്ടികളെ കളിക്കേണ്ട സ്ഥലമാണ്. അപ്പോൾ ഇവിടെ ഫുഡ് കോർട്ടിലെത്തിയപ്പോൾ കുട്ടികളിനി കളിക്കലാണ് അടുത്ത നോക്കണ്ടേ. അപ്പോൾ അവിടെ ഐസ്ക്രീം ഉണ്ട് മമ്മിയും മക്കളെ. ഞാൻ പറഞ്ഞു കളിച്ചിട്ട് ഐസ്ക്രീം തിന്നാന്ന് പറഞ്ഞു. അപ്പോൾ മമ്മി പറഞ്ഞ് കളിച്ചിട്ട് ഐസ്ക്രീം തിന്നു കഴിഞ്ഞാൽ പിന്നെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി വിശപ്പ് ഉണ്ടാവില്ല, അതുകൊണ്ട് കളിക്കാൻ പോകുന്നതിന് മുമ്പ് ഐസ്ക്രീം തിന്നാന്നും പറഞ്ഞിട്ട് അങ്ങനെ ഐസ്ക്രീം ഓർഡർ ചെയ്ത് പിന്നെ പപ്പയ്ക്ക് ഏതെങ്കിലും വേണ്ട പറഞ്ഞേ. മക്കൾ മൂന്നാളും ഓരോന്ന് വാങ്ങി. അതിൻ്റെ ഇടയിലേ നമ്മളെ ശ്രുതിൻ്റെ ഒരു ഫ്രണ്ട് നമ്മളെ വീഡിയോൻ്റെ ഇടയ്ക്ക് വന്നേ. വീഡിയോ പിടിക്കാതെ കണ്ടില്ല, കണ്ടപ്പോൾ അതൊരു മടി, കാരണം നമുക്ക് യൂട്യൂബിലെല്ലാം അറിയാം. പിന്നെ ഓക്കെ കണ്ടീഷൻ. അപ്പോൾ ശ്രുതിൻ്റെ കൂടെ പഠിച്ച ഫ്രണ്ടാണ്, പേര് നബിത എന്നാണ്. നബിതൻ്റെ സ്ഥലം കണ്ണൂരാണ്. അപ്പോൾ നമ്മൾ കണ്ണൂർ ഇടയ്ക്ക് ഇതുപോലെ കറങ്ങുമ്പോഴല്ലോ മിക്കവാറും ഇവർ ആ ഭാഗത്തൊക്കെ ഉണ്ടാവലുണ്ട്. നബിതയും നബിതൻ്റെ ഭർത്താവുണ്ട്, പിന്നെ ഒരു മോനും ഉണ്ട്. ശ്രുതി ഇങ്ങനെയാണ്, അവളെ ഫ്രണ്ട്സിനെല്ലാം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഹാപ്പിയാണ്. പിന്നെ ഇവർ ഭർത്താവ് തുടങ്ങി കഴിഞ്ഞാൽ നിർത്തൂല. അപ്പോൾ ഞാനെന്ത് ചെയ്യും, മെല്ലെ സൈഡിൽ പോയി മക്കളപ്പുറം അങ്ങനെ കളിക്കും. മക്കളെല്ലാവരും ഐസ്ക്രീം തീറ്റ തുടങ്ങിയേ. എന്തായാലും ഇവർ മുഴുവൻ തിന്നൂല, ബാക്കി നമ്മൾ കഴിക്കേണ്ടി വരും. അതുകൊണ്ടാണ് ഞാനും മമ്മിയും വാങ്ങാഞ്ഞേ. ഇതാ അതിൻ്റെ ഇടയിൽ ദേവുണ്ടായിരുന്നു കുറച്ച് ഐസ്ക്രീം ഞാൻ അടിച്ച്. ഇതാ അതിൻ്റെ ഇടയിൽ നമ്മളെ നബിതേൻ്റെ ഭർത്താവ് ഇതാണ് ആള്. പേര് റിജോയ് എന്നാണ്. റിജോയ്ക്ക് ബാങ്കിലാണ് ജോലി. നമ്മളിതുപോലെ എപ്പെങ്കിലൊക്കെ ഇങ്ങനെ കണ്ണൂരിൽ നിന്ന് കാണും. ശരിക്കും പറഞ്ഞാൽ നമ്മളെ കുടുംബക്കാരെ പോലെ തന്നെയാണ് കാണുമ്പോൾ ഒക്കെ. അത്രയും ബന്ധമാണ്, സ്നേഹമാണ് ഒക്കെയാണ്. അപ്പോൾ ഐസ്ക്രീം തീറ്റെല്ലാം കഴിഞ്ഞാൽ ഇനി അടുത്ത പരിപാടി ഇതാ മക്കളെ കളിയാണ് തുടങ്ങിയിട്ടുണ്ട്. ഇതിൻ്റെ ഉള്ളിൽ കയറിയ അരമണിക്കൂർ കളിയാണ്. പിന്നെ ദേവിട്ടാൻ വലിയ മോനായതുകൊണ്ട് ഓൻ അതിൻ്റെ ഉള്ളിൽ കയറാൻ കഴിയില്ല. അപ്പോൾ അതിൻ്റെ പുറത്ത് ഇങ്ങനൊരു സംഭവം ഉണ്ട്, ബോളിൻ്റെ ഒരു കളി. ഇതാ ഈ ബോൾ വെച്ചിട്ട് ഇങ്ങനെ അടിക്കല അതിൻ്റെ ഉള്ളിലേക്ക്. അപ്പോൾ അങ്ങനൊരു കളി ദേവൂട്ടനം കൊടുത്ത് ഓനൊരു ബോറടി വേണമല്ല. പിന്നെ ഇതെല്ലാം കുറച്ച് പ്രായം കഴിഞ്ഞാൽ പിന്നെ ഈ സാധനം വേണ്ട വരുമില്ല. മക്കൾക്ക് ഈ ഒരു പ്രായത്തിൽ ഇതെല്ലാം വേണ്ടു. ഇതതിൻ്റെ ഇടയിൽ മക്കൾ എല്ലാവരും കൂടി വേറൊരു കളി തുടങ്ങിയിട്ടുണ്ട്. ഇത് ഭയങ്കര രസമുള്ളൊരു കളിയാണ്. ഈ ബോൾ വാരി അതിൻ്റെ ഉള്ളിൽ നിറയ്ക്കലാണ്, സ്പീഡ് ചെയ്യണ ഈ കളി. ദേവൂട്ടിന് ഇത് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ ഓന് കയറി കഴിഞ്ഞാൽ ഇത് എററാവും, കാരണം വലിയ കുട്ടിയൊക്കെ അത് പറ്റൂലേ. പക്ഷേങ്കിലോ പുറമേ നിന്നും വിട്ടിട്ടൊന്നുമില്ല, അതിൻ്റെ ഉള്ളിൽ കയറാണ്ട് പുറമേ നിന്നും വാരി ഇടലാന്ന് അതിൻ്റെ ഉള്ളിലേക്ക്. ഇതാ മമ്മി അതിൻ്റെ ഇടയിൽ എന്നിട്ട് നോക്കി ചിരിയാന്നേ. ഓഹോ ഇതാ മമ്മിയും വിടുന്നില്ലേ, മമ്മിയും തുടങ്ങി അതിൻ്റെ തിടൽ. കുറച്ച് ബോൾ പുറത്തേക്ക് വണ്ണി മമ്മി എന്ത് ചെയ്ത് അതെടുത്ത് അങ്ങനെ ഇട്ട്. അപ്പോൾ ഇതാ മക്കൾ വിജയിച്ചിട്ടുണ്ട്, കളി തീർന്നിട്ടുണ്ട്. ഇതിൻ്റെ മുകളിലാണ് ഇതിൻ്റെ അറ, അതിൻ്റെ അകത്താണ് ഈ ബോളെല്ലാം കയറുക. ഇതാ ഈ സാധനം കിട്ടും, ഈ കടലാസ് ഉണ്ട് ഇതിൻ്റെ ഉള്ളിൽ വരുന്ന ഈ ടിക്കറ്റ് ഏറ്റവും നീട്ടത്ത് കിട്ടുന്നത് ഇതിൻ്റെ അകത്ത് കയറി കഴിഞ്ഞാൽ കിട്ടല്ലേ. ബാക്കി എല്ലാം എൻ്റെ അകത്ത് കയറി കഴിഞ്ഞാൽ ചെറിയ ചെറിയ ടിക്കറ്റാണ് കിട്ടുക. അപ്പോൾ ഇതായി ടിക്കറ്റ് നോക്കിയിട്ട് വലിയ മാലയാണ്. ഇനി ഇത് അവിടുത്തെ ഒരു മിഷനിൽ കൊണ്ടുപോയി ഇടണം. അപ്പോൾ കുറച്ച് പോയിൻ്റ് കിട്ടും. പോയിൻ്റ് കിട്ടിയിട്ട് കാര്യമില്ല, കുറേ പോയിൻ്റ് ആയി കഴിഞ്ഞാൽ അവിടുന്ന് ചെറിയ പെൻസിൽ അല്ലെങ്കിൽ ഷാർപ്നർ, റബ്ബർ ഇങ്ങനത്തെ എല്ലാം കിട്ടുക. എന്നാലും ഇതൊരു രസമാണ്. നോക്കിയാട്ടെ മക്കൾ കളിച്ചിട്ട് ഇങ്ങനെ നീട്ടത്തിൽ ഇങ്ങനെ ടോക്കൺ കിട്ടുക എന്നെല്ലാം പറയുമ്പോൾ അവർക്കൊരു സന്തോഷമാണെന്നല്ല. അപ്പോൾ മക്കളെ കളിയെല്ലാം കഴിഞ്ഞ് സമയം ഏതാണ്ട് 9 മണിയായി. അപ്പം നമുക്കിനി നേരെ വീട് പിടിക്കണം. അതിനു മുമ്പ് സൂപ്പർ മാർക്കറ്റിലേക്ക് പോകണം. അവിടെ നമ്മൾ സാധനമെല്ലാം ട്രോളിയിൽ നിറച്ച് വെച്ചിട്ടുണ്ട്. പക്ഷേങ്കിൽ സൂപ്പർ മാർക്കറ്റിലെത്തിയപ്പം ആകെ പണി പാളിയട്ടാ. അവിടെ ക്യൂ എന്നും കുറഞ്ഞിട്ടില്ല, ഫുൾ തിരക്കാണ്. കാരണം 9-10 മണി ഇരുന്നാലും ഇവിടുന്ന് ബില്ലടിച്ച് കിട്ടൂല എന്ന് ഉറപ്പായപ്പോൾ നമ്മൾ അവിടുന്ന് മെല്ലെ സ്കൂട്ടായേ. പോവാ ഇന്ന് സാധാരണക്കാട്ടിയും കുറേ ലേറ്റായതുകൊണ്ട് നമ്മൾ റെസ്റ്റോറൻറ്റ് കയറി ഭക്ഷണം കഴിക്കാൻ നിന്നിട്ടില്ല. കാരണം അതിൻ്റെ ഉള്ളിൽ കയറി ഭക്ഷണം കഴിക്കുന്ന ഒരുപാട് ലേറ്റാവും.
അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു, ഭക്ഷണം പാർസലാക്കാമെന്ന് വെച്ച് അങ്ങനെ വീട്ടിലേക്ക് പോകുന്ന വഴിക്ക് അവിടെ ഒരു ഫ്രൈഡ് ചിക്കൻ കിട്ടുന്ന സ്ഥലമുണ്ട്. അപ്പോൾ അവിടുന്ന് ഫ്രൈഡ് ചിക്കനും വാങ്ങി നമ്മൾ അവിടുന്ന് നേരെ വീട്ടിലേക്ക് വരേണ്ട പരിപാടിയായി കേട്ടോ. അപ്പോൾ ഇന്നത്തെ പരിപാടി ഏതാണ്ട് ഇവിടെ അവസാനിച്ചിട്ടുണ്ട്. ഏതായാലും ഇത്ര സമയം നമ്മളെ വീഡിയോ കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ഓക്കെ, ബൈ.